ഇതാഴ്ച ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റാളേഷൻ ചെയ്തൊരു വീഡിയോ ആണ് കാണുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ ടഫായിട്ട് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത UTCയുടെ മെഷീൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ബേസ്മെൻറ്റിന് ഒരു 6 ഇഞ്ചോളം നീളം ഉണ്ടായിരുന്നു. നമ്മുടെ ടാപ്പിനത്ര നീളമില്ല. അപ്പോൾ ടാപ്പ് ഇതുവഴി ഹോളിട്ടിട്ട് അത്ര വരുന്നില്ലായിരുന്നു ഇതിൻ്റെ. അങ്ങനെ നമ്മൾ ഒരുപാട് വെക്കാൻ കഷ്ടപ്പെട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷേ കസ്റ്റമർ ഈ പ്യൂരിഫയർ വെക്കാൻ വേണ്ടി ആൾറെഡി സ്വിച്ചും താഴെ പ്ലഗും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് വർഷങ്ങളായി. നമ്മളെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് കസ്റ്റമർ ഈ ഒരു പ്ലാൻ ഇങ്ങനെ വെക്കാൻ തന്നെ തീരുമാനിച്ചത്. പക്ഷേ ആൾറെഡി എന്തിനോ വേണ്ടി പോയിന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൾറെഡി പ്യൂരിഫയർ താഴെ വെക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് എവിടെ കോൺടാക്ട് ചെയ്താലാണ് കസ്റ്റമർക്ക് അത് കിട്ടുക എന്നുള്ളൊരു ഐഡിയ പുള്ളിക്കാരിക്ക് അല്ലെങ്കിൽ സാറിനോട് ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ശേഷം നമ്മൾ ആൾറെഡി ഈ പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളും വാട്ടർ കണക്ഷനും ഇട്ടേക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര സ്പേസിങ് ആണ്. താഴെ മിക്ക കിച്ചണുകളിലും ഇവിടെ ഒരു പ്യൂരിഫയറിൻ്റെ ഇത്ര സ്പേസ് കിട്ടാറില്ല. പക്ഷേ ഇവർക്ക് 2 കിച്ചൺ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രിഡ്ജ് ഇരിക്കുന്ന അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇത് UTC മെഷീൻ വെക്കുന്നത് ഈ ഒരു പോയിൻറ്റും ഇങ്ങനെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു മെഷീൻ വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ വെച്ചേക്കുന്നത്. പക്ഷേ നമുക്ക് കസ്റ്റമർക്ക് പോലും അറിയില്ല ഇങ്ങനെ സാധനം വെക്കാമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അറിയാതെ ഉണ്ടെങ്കിലും നമുക്കിനി UTC മെഷീൻസ് അടിയിൽ വെക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാനാണെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ജനറേറ്റ് ചെയ്ത് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നിങ്ങൾ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ വാട്ടർ പ്യൂരിഫയർ വെക്കുന്ന കാര്യത്തിൽ. അപ്പോൾ നിങ്ങളൊരു പുതിയ വീട് വെക്കാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആൾറെഡി ഒരു പുതിയ വീട് വെച്ച് കഴിഞ്ഞു, ഇനി അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള ഒരു സംഭവത്തിൽ നമുക്ക് ചെക്ക് ചെയ്യണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും നോർമൽ വാട്ടർ പ്യൂരിഫയർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്ത് പോകേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ഒരു പ്യൂരിഫയർ ആവുകയും ചെയ്യും. അടുത്തൊരു 30 വർഷത്തേക്ക് നിങ്ങൾക്ക് വീടിന് അപ്ഡേഷൻ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാക്സിമം അപ്ഡേഷൻ ആയിരിക്കും വാട്ടർ പ്യൂരിഫയറിൻ്റെ കാര്യത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ കുറച്ച് പോയിന്റുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വന്നിട്ട് അതിൻ്റെ പ്യൂരിഫയർ വെക്കുന്ന പോയിൻറ്റും കാര്യങ്ങളും നോക്കി സെറ്റ് ചെയ്തിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ പുതിയ വീടാണ് വെക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലാനില്ല, പിന്നീടാണ് പ്ലാൻ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇതിൻ്റെ ഇത്ര പോയിൻറ്റും കാര്യങ്ങളും ഇടണം, ഇതായിരിക്കണം അതിൻ്റെ ഒരു ലെങ്ത് വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ വീട് വെക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും പലരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന് താഴെ പ്ലഗ് പോയിൻ്റ് ഉണ്ടാവില്ല. മെയിൻ റീസൺ ഇതാണ്. നമുക്ക് വാട്ടർ കണക്ഷൻ എങ്ങനെയെങ്കിലും താഴെ നിന്ന് എടുക്കാൻ പറ്റും, പക്ഷേ പ്ലഗ് പോയിൻ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരു നോർമൽ കിച്ചൺ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കബോർഡിൻ്റെ അടിയിലായിട്ട് ഇപ്പോൾ ഏതെങ്കിലും കബോർഡ് ഇട്ടാലും മതിയാവും, നമുക്ക് അവിടെ നിന്ന് ചാനൽ വെച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ നോർമലി ഏതെങ്കിലും കബോർഡിൻ്റെ അടിയിൽ ഒരു പ്ലഗ് പോയിൻ്റ് സെറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഓർക്കണം. കാരണം അങ്ങനെ സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറണ്ടിൻ്റെ കണക്ഷൻ താഴെ കൊണ്ടുവരുന്നത് ഭയങ്കര പാടായി പോകും. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സംഭവം ഫെയിലാവും. അപ്പോൾ നിങ്ങൾ UTC ആണ് വെക്കണം, അതായത് അണ്ടർ ദ ക്യാബിൻ ആണ് വെക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പ്ലഗ് പോയിൻ്റ് കാണുന്ന ഒരു പ്ലഗ് പോയിൻ്റ് താഴെ വെക്കണം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ സ്വിച്ച് ഒരിക്കലും താഴെ കൊടുക്കരുത്. ഈ സ്വിച്ച് എപ്പോഴും മേളിൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്ലാൻ ചെയ്തത് കൊണ്ടല്ല, പക്ഷേ ഇതിൻ്റെ ആൾറെഡി സ്വിച്ച് മേളിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കണ്ടീഷൻ അവിടെ പ്ലഗ് മാത്രമേ കാണാവുള്ളൂ, അതിൻ്റെ ഓപ്പറേറ്റിംഗ് സ്വിച്ച് വരുന്നത് മേളിലായിരിക്കണം. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓൺ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കബോർഡ് തുറന്ന് മെഷീൻ്റെ ബാക്ക് സൈഡിലായിരിക്കും എപ്പോഴും പ്ലഗ് വരാൻ പോകുന്നത്. അപ്പോൾ അത് മെഷീൻ മാറ്റി ഓൺ ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ നോർമലി എല്ലാ കേസിലും അങ്ങനെ ഒരു മെഷീൻ മാറ്റിയായിരിക്കും ഓൺ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്കത് ഓഫ് ചെയ്യാനായിട്ട് പാടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ നമ്മളെ കോൺടാക്ട് ചെയ്യാം.